അണ്ണാ അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. മിസ്സിസ് ഡിക്ക്. ഡിക്കമ്മായി എന്നെല്ലാരും വിളിക്കും. ഇതാണ് ശ്യാം. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൊള്ളാം. കാര്യങ്ങളൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സി വേണം, എന്നെ കൊണ്ട് അരയ്ക്കാനും പിടിക്കാനും വയ്യ. ഗ്രൈൻഡിങ് മെഷീൻ വേണം, എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല. കുക്കിംഗ് റേഞ്ച് വേണം, എന്നെ കൊണ്ട് തീയെത്തിയാനൊന്നും വയ്യ. പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോകും. ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത്. ആ പിന്നെ എന്നെ കൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല. അവളുടെ ബെഡ്. ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ. അത് ന്യായം. പക്ഷേ അല്ല, ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശലത്തരങ്ങളെ കാണിക്കും. അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത്. 1-ാം തീയതി കറക്റ്റായിട്ട് ശമ്പളം തരണം. എന്നിട്ട് എന്ത് കുരുത്തക്കേട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. ഐ ഡോണ്ട് മൈൻഡ്. വെരി ഗുഡ്. സോ യു ആർ അപ്പോയിന്റഡ്. വെറുതെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ മാത്രമല്ല ഞാമെന്ന് എന്റെ പ്രിയ സഖേ അവിടെ കടന്നു വരാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അണിയിക്കുവാൻ എന്റെ അമ്മ എന്നാണ്. എന്താ തിരിച്ചെടുക്കുന്നത്? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഇതൊരിക്കൽ ഞാൻ അണിയിക്കും നമ്മുടെ വിവാഹ നാളിൽ. കമാ. ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ്, എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുണക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു, അത് നീയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അണിക്കാൻ എന്റെ അമ്മ എനിക്ക് തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ അണിയിക്കുന്നു. ഇനി നീ എന്റേത് മാത്രമായിരിക്കും. നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഞാനിത് അണിക്കും. നീ എന്റെ വധുവാകുന്ന നാളിൽ. പത്മ, ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ്, എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുണക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു എന്റെ 100 കൗമാരി സ്വപ്നങ്ങളുടെ അവ്യക്തതയിൽ ഈ മുഖം ഉണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിയിക്കാൻ എന്റെ അമ്മ തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ ഞാൻ അണിയിക്കുന്നു. ഇനി നീ എന്റേത് മാത്രമായിരിക്കും. എന്താ ഇത്? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കൽ ഞാനിത് അണിയിക്കും. നീ എന്റെ വധുവാകുന്ന നാളിൽ. ഇനി ഒരു സ്മോൾ അടിച്ചളെ. ക്യാരി ഓൺ. നല്ല വിശപ്പായിരുന്നു, ഞാനിന്ന് കഴിച്ചു. അതിനെന്താ, സ്വന്തം വീട്ടിൽ ആരെങ്കിലും ഫോർമാലിറ്റീസ് നോക്കാറുണ്ടോ? ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ശ്യാം എന്താണ് ശ്യാമിന്റെ ഡാഡിയെ കൊണ്ട് സംസാരിക്കാത്തത്? സംസാരിക്കാം. ടൈം കിട്ടണ്ടേ? എലീന തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഡാഡിയെ മീറ്റ് ചെയ്യാം. നമുക്ക് സംസാരിക്കാം. എപ്പോഴാണ് എലീന തിരിച്ചു വരിക? Day after tomorrow. 1 second. So you are coming by Bombay flight, eh? Yeah. എപ്പോഴാ Trivandrum flight? 9 o'clock. Oh, 9 o'clock. Bombay flight, Trivandrum flight 9 o'clock. Trivandrum flight 9 o'clock. Okay. എന്തിനാ
ഇതൊക്കെ കുറിച്ചിടുന്നത്? അല്ല, എലീന തിരിച്ചു വരുമ്പോഴേക്ക് എനിക്ക് കുറച്ച് ഫ്രീ ആണല്ലോ. അതിനു വേണ്ടിയാണ്. കുറച്ചൊരു കാപ്പി കൊണ്ടുവരൂ. ഈ ചാപ്പി കൊണ്ടുവരും എപ്പോഴും പറഞ്ഞാലേ കാപ്പി ഉണ്ടാവില്ല. ഇത് മന്ത്രവും മായൊന്നുമല്ല. വെള്ളം തിളപ്പിക്കണം, കാപ്പിപ്പൊടി ഇടണം, പാലൊഴിക്കണം, പഞ്ചസാര ഇടണം. പ്രസംഗിക്കണ്ട, പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി. അത് പതുക്കെ പറഞ്ഞാ പോരെ. ഐ ആം നോട്ട് ഡഫ്. ഇത് കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവരെ പറഞ്ഞുവിടാൻ. പറഞ്ഞു വിടാത്തത് വേറൊന്നും കൊണ്ടല്ല, എലീന എന്ന് പറഞ്ഞ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഷീ ലൈക്സ് യു സോ മച്ച്. വെറുതെ അവർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഒരു യജമാനത്തിന്റെ മൊട്ടം പോകുന്നു. നോ നോ നോ, എലീന അവരെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളോട് അമ്മമാർക്കൊരു രീതി ഉണ്ടല്ലോ, അവരങ്ങനെ. അവരുടെ സ്നേഹം എലീനയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എങ്കിൽ പിന്നെ എന്തിനത് ഒളിപ്പിച്ചു വെക്കണം? അങ്ങനെയായിരുന്നെങ്കിൽ ശ്യാമൻ ഞാനും തമ്മിൽ അടുക്കുമായിരുന്നില്ല. നമ്മളെ പോലെ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാട് ഒരു വയസ്സായ സ്ത്രീയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഒരു ലിമിറ്റ് ഇല്ലേ? കരിങ്കല്ല് ചുമക്കുന്ന അത്ര പ്രയാസം തോന്നുന്നു സംസാരം കേട്ടെ. പുതിയ വയസ്സാരി ആരാ ഇവിടെ കരിങ്കല്ല് ചുമക്കാൻ പോകുന്നേ? നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുന്ന്? പോയി എലീനയുടെ ബാഗ് വല്ല എടുത്തോണ്ട് വന്നേ. ഇവിടത്തേക്ക് ഇനി വല്ല ആവശ്യം ഉണ്ടാവോ? എനിക്കൊന്നും വേണ്ട. ആശ്വാസം. കുഴപ്പമില്ല, തന്റെ അച്ഛനെ അവള് കണ്ടോട്ടെ, കല്യാണക്കാരി ഉറപ്പിച്ചോട്ടെ. അതിനെന്താ അത്ര വിഷമം? എനിക്ക് തന്തയില്ല, അത് തന്നെ. അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതല്ലെന്നേ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി. എന്ന് മാത്രമല്ല, അമ്മാവനെങ്ങാനും ഇത് അറിഞ്ഞാൽ ആകെ അലുകുടുത്താവും, എല്ലാം പൊളിയും. അമ്മാവൻ വേണ്ട, ഒരു തന്ത മതി. ഈ നാട് മുഴുവൻ കിടക്കയില്ലേ ലാവിഷായിട്ട് തന്തമാര്. സാറേ, സാറിന് എത്ര തന്തമാരോ? എനിക്കല്ലടേ യവന്. എന്നാ ഞാൻ നല്ല അന്തസ്സുള്ള തന്തമാരെ കൊണ്ടിറക്കി തരാം. വലിയ ചാർജ് ആവും. ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളികിളി പോലെ തന്തമാര് വരും. അത് കുറയൂല്ലേ? 5 രൂപയ്ക്കും കിട്ടും, പക്ഷേ ചോറി പിടിച്ച തന്ത. അത് വേണ്ട, അത് വേണ്ട. ഇനിയിപ്പോ ഒരു പ്രശ്നവും. ആ കിളിത്തന്ത എലീനെ കാണട്ടെ. കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് 2 വർഷം കഴിഞ്ഞേ നടക്കൂ എന്ന് ഉറപ്പുകൊടുത്താൽ മാത്രം. എന്നാ ഞാൻ പോകുന്നു. ഇതാ തന്തയും തേടി. പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന് സംഭവം അൽക്കുലിട്ട് അകല്ലേ. അയ്യോ സാറ് വിഷമിക്കാതെ, ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പ് ഇട്ട് അവൻ വിളിച്ചോണ്ട് വരും. നീ കാര്യം പറ അണ്ണാ. ഒരു ചെറിയ നാടകം. നിറയെ ആളൊക്കെ ഉണ്ടാവുമോ? ഓ, ആളൊക്കെ കുറച്ചേ കാണും. വേഷം എന്താ? തന്തപ്പടി. കാശ് രൊക്കം 50 രൂപ. പെർഫോമൻസ് കഴിഞ്ഞാൽ ഓടാൻ എടുത്ത് കൈ തരും. അപ്പൊ എവിടെയാ സ്റ്റേജ്? ഓ, സ്റ്റേജ് മാങ്ങാത്തൊലിയൊന്നുമില്ല. നമ്മുടെ ഒരു കൂട്ടുകാരന് കല്യാണം ഉറപ്പിക്കാണ്. ഓ, ആളൊരു തന്തയില്ലാത്തവനാ. നാളെ ഹിൽവി കോംപ്ലക്സിൽ കറക്റ്റ് 10 മണിക്ക്, ഫ്ലാറ്റ് നമ്പർ 12. ഇത്തരം പന്നത്തരത്തിനെ എന്നെ കിട്ടില്ല. നീ പോയി വേറെ വല്ല പണി നോക്ക്. അണ്ണാ, ഒരു ജീവിതം തകരും. അണ്ണാ, ഒരു പ്രേമം തകരും. അണ്ണാ, എടാ, ആൾമാറാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ല് തകരും. നീ നിന്റെ കാര്യം നോക്കടാ. തന്നെയൊക്കെ വിളിക്കാമെന്ന് എന്നെ പറയണേ. നീ പൈസ തരുന്നുള്ളതിന് എന്താ ഉറപ്പ്? രാമകുട്ടിയണ്ണ, എന്നെയാണ് വിശ്വാസമില്ല. ഓ, പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? 65 രൂപ 75 പൈസ പറ്റിയിട്ട് 7 മാസം എന്നെ ഒളിച്ചൊന്നും വിളിക്കണല്ലേ നീ? പക്ഷെ കിട്ടിയല്ലോ. ഓ, വീട്ടിൽ വന്ന് കുത്തിനെ പിടിച്ചു. എന്നാലും കിട്ടിയില്ലേ? അണ്ണാ, ഈ തന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റും? ഇല്ല അണ്ണാ, ഛേദമില്ലാത്തൊരു ഉപകാരം. കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുതണ്ണ. നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ. തന്നെ എന്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും. ഓ, എന്റെ പട്ടി വരും. ചുമ്മാ നിനക്കെടുത്താ ബോർഡ് ഇടുന്നു. ഇന്നത്തെ കാലത്ത് വിരലും വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല. പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി. നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ. അതെങ്ങനെ? കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ. അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കാൻ. അത് ഓതിനല്ല, 50 രൂപ ചൊളപോലെ എണ്ണി വാങ്ങിക്കാമല്ലോ. വേണ്ട, നീ ആയിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീ എന്റെ വാട്ടിട്ടു. തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കുക. എവിടെ കൊടുപ്പേ? 50 രൂപ. 500 രൂപ കൊടുത്താ വരാൻ. 500 രൂപ? നീ ആര് പെരിയ രജനിയാർത്താ? 500 ഒന്നും തരാൻ മുടിയാതെ 50 രൂപ. ഞാൻ ഇല്ല എന്നാ പോ. 50 രൂപ പോയാ എന്റെ വണ്ടി മറിയോടാ. ആലോചിക്കാനൊന്നുമില്ല അച്ചോ.
ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല. അച്ഛോ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേട്ടാ മതി. പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ എന്ന് ആരറിയാം. ഇല്ല കുട്ടി, അതൊന്നും ശരിയാവില്ല. ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ? ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ഛോ? അച്ഛൻ ഒരു 50 രൂപ കിട്ടും. രൂപയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. കർത്താവിന് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ. ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ. എന്നും പറഞ്ഞിട്ട് 26 കൊല്ലമായി. എടാ, നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കരുത്. പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച എത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തില്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും? നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊണ്ട പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഓളശേ? ധൈര്യമായി തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ് നാണക്കെടൽ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? കൊള്ളാം, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിന് എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡോണ്ട് വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. ഇല്ലെങ്കിൽ ഞാൻ നടത്തും. മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയതാ. അച്ഛൻ അയ്യോ, അച്ഛൻ താമസിയാ. എവിടേക്ക് നോക്കി അച്ഛനെ? അയ്യോ, വരില്ലെന്നുള്ള പുല്ലേ. എന്നിട്ട് ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താൻ കാരണം എല്ലാം തകരാൻ പോകും. അയ്യോ മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടെ? എന്റെ അച്ഛനെ തല്ലരുത്. അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്തെ. അച്ഛൻ ചളാക്കരുത്. പ്ലീസ് കൂൾ ഡൗൺ ഡാഡി. യുവർ ഹാർട്ട് ബീറ്റ്. നിന്റെ വേല മനസ്സിരിക്കട്ടെ. കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ, ഭ്രാന്തോ? എന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞ രൂപ. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. രൂപ രൂപ. പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു ഒരു വേഗം മകനെ ഞാൻ അച്ഛോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ഛോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ഛോ 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 അച്ഛോ, പള്ളിയിലെ മണി കത്തിയച്ചോ. അച്ഛാ, മണി വാച്ചോ. എടാ, എപ്പോഴാ കല്യാണം? പൊണ്ണങ്ക എപ്പത്താ തിരുമണം? എടാ, എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്. പിന്നെ മകനെ എവിടാന്ന് വിളിച്ചൂടെ? എൻ മകൻ അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India, Mother India. Elena, take away daddy to his room. He's in a very critical position. Take him. Daddy, relax, daddy. എന്താ നോക്കിക്കണ? പൊയ്ക്കൂടെ? കാശോടെ? എന്നാ പേച്ച്? കാശ് ഓടിയാ? 50 രൂപ വെക്കാൻ ഉമ്പല്ലേ വീഴും.
എല്ലാം ബാഷായില്ല. എനിക്ക് വിശ്വസിക്കാലോ. തീർച്ചയായും. ബോംബെയിലെത്തിയ ഞാൻ വിളിക്കാം. ഹായ്. ഓക്കെ, സീ യു. ബൈ ബൈ. ബൈ ബൈ. Your attention, please. Indian Airlines announces the arrival of its flight number IC197 from Calcutta. Hi, Shyam. Hello, darling. Am I late? No, exactly on time. Come on. എപ്പം നോക്കിയാലും ഈ സ്ത്രീ ഇതേ നിൽപ്പാണല്ലോ. ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ല. അതെ അതെ. ശ്യാം അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ വഷളായി. അല്ല അത് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചോദിച്ചാ കേട്ടില്ലേ? കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന്. ഉണ്ടാക്കിയാ ഉണ്ടാവും. ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരാൾ വിഴുങ്ങിട്ട് പോയില്ലേ? ആണോ? ആരാ ശ്യാം? ആള് ചുമ്മാ പറയുന്നല്ലേ. 60 കഴിഞ്ഞാ പിന്നെ അത്തം പിത്തോന്നല്ലേ. ഡിക്കമ്മായിക്ക് ഒരു 60 കഴിഞ്ഞാണോ അല്ലേ? 60 ആയാലും 70 ആയാലും പെരുമാറ്റം ശരിയല്ല. അല്ല അത് ഈ പ്രത്യേക സഹജ. എനിക്ക് ബ്രെഡ് ഒന്നും വേണ്ട കേട്ടോ. ഇതെന്താ ഇത്? ഇഷ്ടമുള്ള പേര് വിളിക്കാം. മട്ടൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റാ. അതാക്കാ മട്ടൻ കട്ട്ലേറ്റ്. ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമം കഴിക്കാറുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നമുക്കിഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാന് ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അനിൽ. അവൻ ബോംബെന്ന് വന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയതാ. ആ ശ്യാം, ബോംബെന്ന് നിന്റെ കൂട്ടുകാരൻ അനിലിന്റെ ടെലിഗ്രാം വന്നിട്ടുണ്ട്. ടെലിഗ്രാം? അവനെ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ടെന്ന്. അനിൽ വന്നു എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞ അനില് ഈ കക്ഷിയല്ല. നാളെ ബോംബെന്ന് വരുന്ന കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ. അല്ല അതേതാ വേറൊരു അനിൽ? വേറൊരു അനിൽ അതേതാ? ബോംബെയിൽ എനിക്ക് 7 സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേര് അല്ലെന്നാ. എല്ലാവരുടെയും പേര് അല്ലെന്നാ. ബോംബെയിലെ 7 സുഹൃത്തുക്കൾ. ഇടുത്തി വീഴുന്ന കണക്കാണല്ലോ വരവ്. ഇടുത്തി വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല. താൻ കണ്ട ഒരു വാരം ചെയ്യാൻ നോക്കൂ. അനില് വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാൻ നോക്കൂ. നിന്നോട് നാളെ എയർപോർട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ തന്ത പോവും. അയ്യോ, സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസമാണ്. ഓ, യാതൊരു പ്രയാസവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. ആ അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുക. അയ്യോ, എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുഴയല്ലോ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അല്ല പിന്നെ എന്റെ ഈ ജോലി പിന്നെ ഇന്ദുവിന്റെ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ കുഴയല്ലോ എന്ന്. ഈശ്വര, ഇത്ര പെട്ടെന്ന് കഷ്ടകാലം തുടങ്ങിയോ? എന്റെ അമ്മൂമ്മയുടെ ടെലഗ്രാം. കുട്ടി കുട്ടി ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ. ശ്രീകുട്ടി എന്നല്ലേ പേര്? അതെ. ശ്യാമിന്റെ അല്ലേ? അതെ. നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ OP ഒളശ, ശ്യാമിന്റെ ഒരു അടുത്ത സുഹൃത്താ. ശ്രീകുട്ടിയെ പറ്റി ശ്യാം ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ തന്നെ എന്തുമാത്രം ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമിനെ കാണാൻ പോവാണോ? ഏയ് അല്ല, കണ്ടിട്ട് ഒരുപാട് നാളായി. പുള്ളിക്കാരൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണല്ലോ താമസം. എവിടെ? ഇവിടെ നേരെ പോയി തിരിഞ്ഞാൽ ഉടനെ ഒരു ഫ്ലാറ്റില്ലേ, അതിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്പർ 12-ലല്ലേ പുള്ളിക്കാരൻ. എന്നിട്ട് എന്നോട്
താമസം മാറിയ കാര്യം പറഞ്ഞില്ലല്ലോ. ബിസിയാണേ, അതുകൊണ്ടാവും. ഇപ്പൊ ഇവിടെ കാണും. പോകുമ്പോ ഒന്ന് കണ്ടേച്ച് പോണം. ശരി, വരട്ടെ. കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. അണ്ണാ നമ്മുടെ ശ്രീകുട്ടി വരുന്ന ശ്രീ കുട്ടികൃഷ്ണൻ നായർ, നമ്മുടെ ഓഫീസിലെ പ്യൂൺ. ആ, അയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നേ. ആരെ കണ്ടാലും രൂപ അടഞ്ഞു ചോദിക്കും. അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്കാം. 1-2 ദിവസമായി 1000 രൂപ എന്നോട് കടഞ്ഞു. അവൾക്ക് അവനിവിടുത്തെ അഡ്രസ് കൊടുത്തായിരുന്ന എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം. നീ വാ. ശ്രീകുട്ടിയോ? നല്ല ആളാ. വീട് മാറിയ വിവരം ഒന്ന് അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതായിപ്പോയോ? ചേട്ടൻ അറിയോ, ഞാൻ എത്ര ദിവസമായി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ശ്യാം ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ വിളിച്ചു വിളി? എല്ലാരും കേൾക്കട്ടെ, എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ. അറിഞ്ഞതിന്റെ ഇരട്ടി കഷ്ടമാവും. എന്റെ ശ്രീകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് വിടേണ്ടി വന്നു. വേറൊന്നും കിട്ടിയതുമല്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. ഞാൻ അവന്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു. ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ്. അത് കിട്ടിയാൽ ഉടനെ കല്യാണം. ശ്രീകുട്ടി, ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടോളാം. ഞാൻ വന്നേ പ്ലീസ്. കൂട്ടപ്പാ, ശ്രീകുട്ടിയെ കൊണ്ടുവിടെ. ചെല. അയ്യോ, ഹലോ, ശ്യാം ഹിയർ. ഞാനാണ് എലീന. ഫ്ലൈറ്റിന് എന്തോ തകരാറുള്ളത് കൊണ്ട് 3 മണിക്കൂർ ലേറ്റാണ്. ഞാൻ അങ്ങോട്ട് വരുന്നു. അയ്യോ, അത് വേണ്ട. അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാലോ. എന്താ, ശ്യാമിന് സന്തോഷം തോന്നില്ലേ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും പിന്നെ അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അത്രയും സമയം കളയണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പിന്നെ പറയുന്നത് ബെലിന. ആരാ ശ്യാം? അത് പിന്നെ ഒരു ബന്ധുവാ. ബന്ധു എന്ന് വെച്ചാ? ബന്ധു എന്ന് വെച്ചാല് പിന്നെ ഒരു അടുത്ത ബന്ധം. അടുത്ത ബന്ധു? അതെ, പിന്നെ ഒരു വകയിലൊരു ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദർ? ഫാദർ എന്ന് വെച്ചാ പിന്നെ അങ്കിള്, അമ്മാവൻ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. എലീന ശ്യാം പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. എലീനെ? ഏത് എലീനെ? ഞാൻ കേട്ടല്ലോ. എലീന ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ഏലിയാസ്, പുള്ളിയുടെ പേരാ. അത് ക്രിസ്ത്യൻ. ഏലിയാസ് മേനോൻ. ഏലിയാസ് മേനോനോ? പുള്ളിയുടെ അച്ഛൻ ക്രിസ്ത്യാനിയും അമ്മ മേനോത്തിയാ. മൈ ഗോഡ്, കേട്ടിട്ട് തന്നെ തല ചുറ്റുന്നു. അപ്പൊ അനുഭവിക്കുന്ന എന്റെ കാര്യോ? എന്ത്? അല്ല, ഞാൻ എന്റെ ടെൻഷന്റെ കാര്യം പറയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും. എയർപോർട്ട് വെയിറ്റ് ചെയ്യണമെന്ന്. ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. താങ്ക് യു. ദിക്കമായി. 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 ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ല. ഏത് നിമിഷവും ഇവിടെ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പോയി തടഞ്ഞോളാം. ഇനി എന്റെ കൈ വിട്ട് ഇവിടെ എങ്ങാനും വന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കൽക്കട്ട ഫ്ലൈറ്റുമായിട്ട് കൂട്ടിമുട്ടി ക്രാഷ് ഉണ്ടാകും. പോയിക്കോളാം. ബോംബെ? എന്ത് പാടോ. Your attention please. Passengers are requested not to accept any baggages or other articles from your purpose. सुरक्षा कारणों के लिए यात्रियों से निवेदन है कि वे अपने सहयात्रियों या अन्य व्यक्तियों से किसी प्रकार का सामान या चीज स्वीकार न करें। ऐसा करना उनके अपने और दूसरों के लिए खतरनाक साबित हो सकता है।
അളിയാ ഡേയ് എലീന എലീന ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. Come on, let's have a tea. ഓക്കെ. Hello. In the menu here? What? Yes, yes. At what time? 11:45. Okay. I will report before 10:30. Okay? Thank you. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എലീനയുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ പണ്ടങ്ങോ ചെയ്തൊരു പുണ്യം കൊണ്ടാണ്. മതി പ്രൈസ് ചെയ്തു. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുമെന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഒരു സ്വഭാവമാണ്. ഹലോ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നീ എന്നെ റിസീവ് ചെയ്യാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. നീ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക, ഞാൻ അല്പം ബിസിയാണ്. ഹലോ, ഐ ആം അനിൽ. ഐ എം എലീന. ഞാനും ശ്യാമും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണ്. ഐ സീ. അത്രയ്ക്ക് വലിയ ക്ലോസ് ഒന്നും അല്ല. നീ പറഞ്ഞാൽ മതി, ഞാനങ്ങനെ സമ്മതിക്കോ. പോടാ. ഇരിക്കൂ. ഇരിക്കെ ഇരിക്കെ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. എനിക്കൊരു ഇന്റർനാഷണൽ അവാർഡ് പിന്നെ എന്റെ ഭാവി വധു മിസ് എലീന. ഭാവി വധു. ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും. ഞങ്ങൾക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രൈവസി ഇടാൻ നന്നായിരിക്കും. അതിനെന്താ, സംസാരിച്ചോളൂ. നമ്മൾ തമ്മിൽ ഒരു പ്രൈവറ്റ് കാര്യമില്ലെന്ന് എലീനയ്ക്കറിയാം. എലീനെ തെറ്റിദ്ധരിക്കുന്ന നീ പറഞ്ഞോ? നമ്മൾ തമ്മിൽ എത്രമാത്രം ക്ലോസ് ആണെന്ന് എലീനയ്ക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി. ഞാനൊന്ന് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. വീട്ടിലുണ്ടാവുന്ന പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ എവിടെ നോക്കിച്ചളിയായേ? കണ്ടാ കൊള്ളാവുന്ന ആണുങ്ങളെ പെൺപിള്ളേർ നോക്കും. അതിന്റെ ഇടയിൽ കയറി വന്ന് കൊളാക്കുന്ന വൃത്തിയോടെ കേട്ടോ. എവിടെ? അല്ല, എന്റെ മോതിരവും വാച്ചും ഒക്കെ താഴെ പോയി. ഇന്ദു എന്താ ഇവിടെ? ഫ്ലൈറ്റ് ടൈം മാറ്റിയത് കൊണ്ട് പുതിയ ടൈം ഞാൻ ഓർത്തില്ല. ഇപ്പൊ അല്പം നേരത്തെയാണ്. ഐ ആം അനിൽ ഫ്രം ബോംബെ. ഇതെന്റെ ഭാവി വധു ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? അല്ല, ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവൻ എന്റെയും എനിക്ക് അവന്റെയും മനസ്സ് നല്ലപോലെ അറിയാം. ഇദ്ദേഹം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഹോസ്റ്റസ് ഫ്ലൈങ് ടു കാൽക്കട്ട റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് പോകാൻ സമയമായി. സോറി, ഹോസ്റ്റസ് ഫ്ലൈങ് ടു കാൽക്കട്ട പുതിയ ഷെഡ്യൂൾ ആയതുകൊണ്ട് കറക്റ്റ് സമയം പറയാൻ ഓർത്തില്ല. ഓക്കേ, സീ യു. ബൈ. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നേ അങ്ങനെ. പക്ഷെ ഇതുപോ എനിക്ക് പോകാൻ സമയമായി. സീ യു സൂൺ. ഓക്കേ, ഹാപ്പി ജേർണി. സമ്മതിച്ചു വന്നിരിക്കുന്നറിയാ. നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊഴിപ്പിച്ചെടുക്കണം. ഞാൻ എന്റെ കംപ്ലീറ്റ് ലഗേജുമായിട്ട് അളിയന്റെ വീട്ടിലോട്ട് വരാം. എന്നിട്ട് അവർ നമുക്ക് നിർത്തിന്ന്. എടാ, ഫ്രോഡ് പണി കാണിച്ച് ഒറ്റയ്ക്ക് ഞാൻ ബോംബെക്ക് പോയില്ലേ? അന്ന് അളിയനും മച്ചപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടുകൂടി നിർത്തി. ഇനി നീയായി നിന്റെ പാടായി, ഞാനായി എന്റെ പാടായി. ഗുഡ് ബൈ. അളിയാ, അളിയന്റെ ബിൽ. ചേട്ടാ, ഐശ്വര്യമായിട്ട് അതങ്ങ് പോക്കറ്റ് വെച്ചേ. 20 രൂപ. പ്രതീക്ഷിക്കുന്ന സഹായം? ചേട്ടന്റെ വായി കിടക്കുന്ന നാവ് നിശബ്ദത പാലിക്കാൻ വേണ്ടിയാണ് ഈ ഫീസ്. വ്യക്തമായില്ല. മറ്റവൻ ലാൻഡ് ചെയ്തിട്ടുള്ളത്. എന്റെ ഇപ്പോഴത്തെ മേൽവിലാസമോ മറ്റ് സംഭവങ്ങളോ ഒന്നും ആ ദ്രോഹി അറിയാൻ പാടില്ല. തന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും അവനും മരുന്നില്ല. അതുകൊണ്ടാ. അത്രേ ഉള്ളൂ. ഏറ്റു. ഇനിയും ഞാൻ വേണ്ടതുപോലെ കണ്ടോ. ഇപ്പൊ ഒന്നുകൂടെ കാണണം. കാശും വാങ്ങിച്ചോണ്ട് ഒരുമാതിരി മറ്റേ ഇടപാട് കാണിച്ചോണ്ടോ. ശ്യാമണ്ണന്റെ ഒരു സമയം എന്നല്ലാണ്ട് എന്തോ പറയാൻ. കലാക്കാണ് ഒരു ഫ്ലാറ്റ്, 3 അലുവ പോലത്തെ ചരക്കുകൾ, ആകപ്പാടെ ഒരു ഗ്ലാമറുകൾ കണ്ടാ. ഓഹോ, എനിക്ക് അവനെ കാണാൻ കൊതിയായി. വന്നിട്ട് ഇതുവരെ കണ്ടില്ലേ? അതെങ്ങനെ? താമസിക്കുന്ന സ്ഥലം അറിയണ്ടേ? എന്റെ കുട്ടപ്പ, എത്ര രാത്രികൾ അവനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ബോംബെയിൽ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അയ്യോ കഷ്ടം. എനിക്ക് അവനെ കാണാൻ ധൃതിയായി. അതിന് ഓഫീസിൽ പോയാ പോരെ? വരുന്ന വഴിയല്ലേ കുട്ടപ്പ, ഇങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാക്കൂ. എനിക്ക് അവൻ താമസിക്കുന്ന സ്ഥലം കണ്ടാ മതി. അവനെ കണ്ടതുപോലെയാണ്.
എനിക്ക് ധൃതിയായി കുട്ടപ്പ. വാ കുട്ടപ്പൻ കേറ്. കൈ കാറി കയറി പറയാം, എല്ലാം പറയാം. കേറ്.